സോ ഇന്ന് ഞാൻ രാവിലെ എത്തിയുള്ളൂ. ഇന്നലെ ചിഞ്ചാൻ പോകണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് നമ്മളെങ്ങനെയാണ് അവനെ പിടിച്ചെടുത്ത്. ഭയങ്കര കഷ്ടപ്പാടാണ്. നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കെ. സോ എൻ്റെ ഫോൺ റിങ് അടിക്കാൻ നമുക്ക് എടുത്ത് നോക്കാം. ഇത് ഡൊമിങ്കോസ് അല്ലേ? എന്താടാ മോഹൻലാൽ സാറാ? ലൊക്കേഷൻ വേണമെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് വന്നോ മതി. എന്നാൽ ഞാൻ വീട്ടിലേക്ക് വരാടാ. മോഹൻലാൽ സാറത് ഇന്ന് കോളടിച്ചല്ല. കിട്ടുന്ന വീട്ടിലേക്ക് പോവും. ശരിയടാ, ഞാൻ വീട്ടിലേക്ക് വരാം. സോ ഡൊമിങ്കോസ് പറഞ്ഞല്ലേ ഇത് വീട്ടിലേക്ക് നമുക്ക് മോഹൻലാലിൻ്റെ വീട്ടിലേക്ക് പോവാം. അപ്പം നമുക്ക് ഷിൻചാനോട് വന്നിട്ടുണ്ടോയെന്ന് പോയി ചോദിക്കാം. എടാ ഷിൻചാനെ, നീ വന്നിട്ടുണ്ടാ മോഹൻലാൽ സാറിൻ്റെ വീട്ടിലേക്ക്? ഞാൻ മോഹൻലാലിന്റെ വലിയൊരു അറിയോ? ഞാൻ ജപ്പാനിലാണെങ്കിൽ ഞാൻ ഇവിടുത്തെ സിനിമയും കാര്യം കാണാറുണ്ട്. ഞാൻ എന്തായാലും വന്നു. പിന്നെ ഞാൻ വേറെ പരിപാടി എടുക്കുന്നില്ല. ഞാൻ എന്തായാലും ഒരു ഫ്രാങ്ക്. ഇപ്പോൾ ഷിൻചാൻ നമ്മുടെ കൂടെ വരേണ്ടതാണ്. എടാ ഷിൻചാനെ വണ്ടി പെട്ടെന്ന് കയറി, ഞാൻ അങ്ങോട്ട് വരാം. ഇന്ന് മോഹൻലാൽ സാറിനെ കാണുമ്പോൾ ഇന്ന് പൊളിക്ക്. അടുത്തത് ഓട്ടോയിൽ തുടങ്ങാം. ഷിൻചാൻ നീ കയറിയാടാ? ഞാൻ കയറി, പെട്ടെന്ന് കിട്ടും. എന്നാൽ നമുക്ക് പോവാല്ലേ. ആദ്യം ഞാൻ ഡൊമിങ്കോസിലെ വീട്ടിലേക്കാണ് പോകണം. നീ അടങ്ങിയിരുന്നോളാം. നമുക്ക് പെട്ടെന്ന് ഡൊമിങ്കോസിന്റെ വീട്ടിലേക്ക് പോവാം. അയ്യോ ഇരിക്കില്ല സീന. ഒന്നും പറ്റിയിട്ടില്ല. നമുക്ക് പോവാം. നമുക്ക് റിപ്പയർ ചെയ്യാൻ കാശൊന്നുമില്ല. നമുക്ക് നമ്മുടെ കൂട്ടുകാരുടെ വർക്ക്ഷോപ്പിലേക്ക് വിടാം. അത് ചെയ്യാനൊന്നുമില്ല. ഡൊമിങ്കോസിന്റെ വീട്ടിലേക്ക് നമ്മൾ വീണ്ടും പോകുന്നു ഗൈസ്. എല്ലാത്തിനും നമ്മൾ ഡൊമിങ്കോസിന്റെ വീട്ടിലൊക്കെ പോകണം. എന്താണെന്ന് മാത്രം ചോദിക്കരുത്. കാരണം എല്ലാ പ്രശ്നങ്ങളും അവൻ തന്നെയാണ് നമുക്ക് വിളിച്ചു വരുത്തി തന്നത്. കാരണം ഇത് പ്രശ്നം ആണെന്നല്ല പറഞ്ഞാൽ, അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, ആ ബസ് എടുത്തത് അവനല്ലേ. അതിൻ്റെ RGB ആക്കാൻ വേണ്ടി എൻ്റെ കയ്യിൽ കാശ്. അതുപോലെ എല്ലാം അവനാണ് പണി തന്നെയാണ്. കാരണം അവൻ വിളിച്ചു പറഞ്ഞപ്പോൾ നമ്മൾ അവൻ്റെ അടുത്തേക്ക് പോകണം. ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. മോഹൻലാൽ സാറിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് ഓട്ടോഗ്രാഫ് മേടിക്കണം. ഫോട്ടോഗ്രാഫ് വേണ്ട, നമുക്ക് ഫ്രെയിം ചെയ്യാൻ വീടിൻ്റെ അടുത്ത് സ്ഥലമൊന്നുമില്ല. എന്നാൽ എൻ്റെ ഷിൻചാൻ്റെ ഫോട്ടോ കൊണ്ട് വീട് നിറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് ഞാനൊരു ഹോം ടൂറിൻ്റെ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴത്ത് ഹോം ടൂറിന്ന് കമൻറ്റ് ചെയ്താൽ മതി, സബ്സ്ക്രൈബ് ചെയ്ത്. അങ്ങനെ ഞാൻ ഹോം ടൂറ് പിന്നെ എൻ്റെ വീട്ടിലുള്ള സ്പെഷ്യൽ റെയർ സാധനങ്ങളൊക്കെ കാണിച്ചു തരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അത് അയച്ചും തരാം. പെട്ടെന്ന് പോയി ഡൊമിങ്കോസിൻ്റെ വീട് മാറിയാ? ഇല്ല, ഈ വീട് കാണുന്നില്ല. വീട് വീടുണ്ട്. ഇടിക്കല്ലേ. ഷിൻചാൻ ഒന്നും പറ്റില്ല. ഷിൻചാൻ നീ ഇവിടെ ഇരുന്നോളോ, ഞാൻ അകത്ത് പോയിട്ട് വന്നാൽ പോരെ? ബോയ്സ്, ഷിൻചാൻ ഇവിടെ ഇരുന്നോളാന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇറങ്ങിപ്പോയി ഡൊമിങ്കോസിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് വരാം. ഇവനിനി ലൊക്കേഷൻ ഏത് കാട്ടിലാണോ പറയാൻ പോണത്. മോഹൻലാൽ കാട്ടിലൊന്നും അല്ലായിരിക്കുമല്ലോ. ഇവിടെ വല്ല അടുത്ത സ്ഥലമായാൽ കൊള്ളാം. സെൻസറായ പെട്ടെന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാം. വർക്കാവും സെൻസറേ വർക്കാവും. എന്താ ഇപ്പോൾ വോയിസ് കമൻറ്റ് എടുക്കുക വെച്ചാൽ എനിക്കറിയില്ല. സെൻസറൊക്കെ ഇവൻ നശിപ്പിച്ചെന്നു കേട്ടാ. ഡൊമിങ്കോസ് എല്ലാം നശിപ്പിച്ചെന്നു നമുക്ക് ഗൈസ്. ഡൊമിങ്കോസ് പറഞ്ഞ കേട്ടില്ല. അവൻ പറഞ്ഞ് നമ്മളെ മറ്റേ മഞ്ഞ വീട്ടിലാണ്. ആ ലൊക്കേഷൻ അയച്ചിട്ടുണ്ടെന്നൊക്കെയാണ് പറയണേ. നമുക്ക് പെട്ടെന്ന് ആ മഞ്ഞ വീട്ടിലേക്ക് പോവാം. ആ സ്ഥലത്തേക്ക് പോയിട്ട് തന്നെ കുറച്ച് ദിവസമായി. മിക്കവാറും ലൊക്കേഷൻ നോക്കേണ്ട വരും. ഷിൻചാൻ അവിടെ ഓക്കെ ആണോ, അവൻ ഇറങ്ങി ഓടിയോന്ന് അറിയില്ല. കാരണം ഞാൻ സംസാരിക്കാൻ കുറച്ച് അധികം സമയമെടുത്തു. നമുക്ക് പോയി നോക്കാം ഷിൻചാൻ ഉണ്ടാന്ന്. ഷിൻചാൻ നീൻ്റെ ഉള്ളില്ലേ? ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ വിചാരിച്ചേ നീ മടുത്തോണ്ട് ഇറങ്ങി ഓടിക്കാണ്. മടുക്കൊക്കെ ചെയ്ത് മോഹൻലാൽ സാറിന്റെ വലിയൊരു ഫാൻ ഞാനും കൂടിയല്ല. അത് കാരണം ഞാൻ അവിടെ സൈറ്റ് ചെയ്തിരുന്നു. നിന്റെ സഹനങ്ങൾക്കൊക്കെ ഇപ്പോൾ ഒരു തീരുമാനമാക്കി തരാം. നമ്മൾ നേരെ മോഹൻലാൽ സാറിൻ്റെ വീട്ടിലേക്കാണ് പോകാൻ പോണത്. അപ്പോൾ ഇവൻ അയച്ചു തന്ന ലൊക്കേഷൻ നോക്കിയിട്ട് മണ്ണാങ്കട്ടെ മനസ്സിലാണല്ലോ. ഈ ലൊക്കേഷൻ വേണ്ടെന്ന് പറയാം. ലൊക്കേഷൻ പറഞ്ഞു തരട്ടെ, അതായിരിക്കും നല്ലത്. തേങ്ങ മനസ്സിലായി. എനിക്ക് എന്തിനു നടക്കണയാണോ, ദൈവത്തിനറിയാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മോഹൻലാൽ സാറിൻ്റെ വീട്ടിലേക്ക് പോകാൻ. ഈ മഞ്ഞ വീട്ടിൽ എവിടെ, ഇതിൻ്റെ ഉള്ളിൽ കൂടെ എങ്ങോട്ടെങ്കിലും ആണോ എനിക്കറിയില്ല. എൻ്റെ ലൊക്കേഷൻ നോക്കിയിട്ട് ഇങ്ങോട്ടെങ്ങനെ പോയി. ഗൈസ്, നമ്മളെ മഞ്ഞ വീട് ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് നേരെ പോയി മോഹൻലാൽ സാറിനെ കണ്ടുവച്ചാൽ മതി. എവിടെ ഷിൻചാനെ നമ്മൾ എത്തിയ സ്ഥലം? പെട്ടെന്ന് നോക്കാം, സ്ഥലത്തേക്ക് കയറാൻ. പെട്ടെന്ന്
ദേ കാറൊന്നും ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്യട്ടെ, ഞാൻ ദേ ഇപ്പം ഇറങ്ങാം. നീ വരണം. പിന്നെ ഞാൻ വരൂലേ? ഞാൻ എന്തായാലും വന്നത്. നീ എൻ്റെ പുറയിലൊക്കെ എന്തായാലും ഓടിയോ, ഞാൻ എന്നാ പെട്ടെന്ന് അങ്ങോട്ട് പോവാം. ഓടാ, ഇന്ന് മോഹൻലാൽ സാറിനെ ഞാൻ കാണാൻ പോവാണ് ഗൈസ്. എന്ത് സീനല്ലേ! ഞാൻ ആദ്യമായിട്ടാണ് മോഹൻലാൽ സാറിനെ കാണാൻ പോകുന്നത്. എൻ്റെ മോനെ, നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ, ഇവിടെ ഇല്ലേ? മിക്കവാറും മേളിലായിരിക്കും മോഹൻലാൽ സാറ്. നമുക്ക് പെട്ടെന്ന് മേളിലേക്ക് കയറി പോവാം ഗൈസ്. ഞാൻ എക്സൈറ്റഡ് ആണ്, കാരണമാണ് ഇങ്ങനെയൊക്കെ പറയണത്. നല്ല എക്സൈറ്റ്മെൻ്റ് ആണ്. അതൊക്കെ ആരായാലും അങ്ങനെയൊക്കെ ഉണ്ടാവും. മോഹൻലാൽ സാറ് എനിക്കൊരു ഓട്ടോഗ്രാഫ് തരുമോ? പിന്നെ ഞാൻ എൻ്റെ ഫാൻസ് എല്ലാവർക്കും ഓട്ടോഗ്രാഫ് എന്നാ പിടിച്ചോ, ഒരു ഓട്ടോഗ്രാഫ്. താങ്ക് യു സാർ. ഞാൻ ഒരു സെലിബ്രിറ്റിനെ ആദ്യമായിട്ട് ആണ് കാണുന്നത്, അത് കാരണമാണ് ഞാൻ ഇങ്ങനെ ബിഹേവ് ചെയ്യണേ. ഞാനൊന്ന് ക്ഷമിക്കണം. ഒന്നും കുഴപ്പമില്ല മോനെ, മോൻ പോയിട്ടോ. ശരി സാറേ. സോ ഗൈസ്, ഞാനും ചിഞ്ചാനും ഇപ്പോൾ ഒരു സെലിബ്രേറ്റ് ചെയ്യുന്ന ആളൊക്കെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മോഹൻലാൽ സാറിനെ നേരിട്ട് കണ്ടിട്ട് എങ്ങനെയുണ്ട് ചിഞ്ചാൻ? സിനിമ കാണാൻ തന്നെ അടിപൊളിയല്ലേ ഫ്രണ്ട്? സോ ഗൈസ്, എനിക്കും ചിഞ്ചാനും മോഹൻലാൽ സാറിനെ ഇഷ്ടപ്പെട്ടു. നിങ്ങൾ മോഹൻലാൽ സാറിൻ്റെ ഫാനാണെങ്കിൽ കമൻറ്റ് ചെയ്യൊക്കെ. ചിഞ്ച പെട്ടെന്ന് വേണ്ടി കയറിക്കേ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ.